ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാനൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ. ഈ പ്രോഡക്റ്റ് എനിക്ക് ആരും റെക്കമെൻഡ് ചെയ്തതല്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ച് ചൂട് സമയമായിരുന്നപ്പോൾ മേടിച്ചൊരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു കുഞ്ഞു റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഫുൾ നെഗറ്റീവാണ് കേട്ടോ. പോസിറ്റീവായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം ഞങ്ങൾക്ക് ചൂട് സമയത്ത് ഇവിടെ എ സി ഇല്ലാത്തത് കൊണ്ട് ഫാൻ ഇട്ടിട്ടും ഭയങ്കര ചൂട് കാറ്റാണ് വരുന്നത്. കാരണം ഇവിടെ ഞങ്ങളുടെ റൂഫ് കുറച്ച് താഴ്ന്നിട്ടാണ്, ഒരു ചെറിയ വീടാണ്, അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഒരു കൂളർ മേടിക്കാം. അപ്പോൾ കൂളർ പല വിലക്കുണ്ടല്ലോ, 1000, 5000, 7000, 9000, അങ്ങനെ ഏത് വിലയ്ക്കും നമുക്ക് കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ഇപ്പൊ തോന്നിയത് 1000. നിങ്ങൾ വിചാരിക്കും ഇത്ര ഏച്ചിയതാണ്, അങ്ങനെയല്ല. ഇപ്പൊ കുറച്ച് മോളുടെ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് ടൈറ്റ് ആയി. എനിക്ക് വർക്കും കുറച്ച് കുറവാണ്, പുള്ളിക്കാരൻ മാത്രം വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് ടൈറ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് ചൂടാണെങ്കിലോ സഹിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞ് ഉറങ്ങുന്നില്ല രാത്രി. അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കൂളർ ഓർഡർ ചെയ്യും. അദ്ദേഹത്തോട് പറഞ്ഞിട്ട്, അച്ഛനോട് പറഞ്ഞിട്ട്, വിക്കുവിനോട് പറഞ്ഞിട്ട്, ഞാൻ എങ്ങനെയാണല്ലോ വിളിക്കുന്നത്, നിങ്ങളത് ഞാൻ പറഞ്ഞിട്ടില്ല മുമ്പ്. വിക്കുവിനോട് പറഞ്ഞു നമുക്ക് കൂളർ ഓർഡർ ചെയ്യാം, 1000 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ പറഞ്ഞാ നീ ഓർഡർ ചെയ്യും നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ യൂട്യൂബില് ഈ കൂളറിന്റെ പേര് സെർച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് നോക്കുമ്പോൾ ഒരു വലിയ പെട്ടിയാണ് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടത്. അതിന്റെ എന്താണ് ടെക്നിക്കൽ സൈഡ് എല്ലാം ഞാൻ പഠിച്ചു, ട്യൂട്ടോറിയലൊക്കെ കണ്ടു, പഠിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തു. സാധനം വന്നു. അതാണ് സാധനം. ഒരു വീട്ടിലേക്ക് വേണ്ടിയാണ് കേട്ടോ. ഒരു വീട്ടിൽ ഒരു റൂമിനകത്ത് മൂന്ന് പേര്, എല്ലാവരുമായിട്ട് 3 പേര് കിടന്നുറങ്ങുന്നു. ആ വലിയ റൂമിനകത്ത് വെക്കാനുള്ള സാധനം എന്റെ ഇത് തന്നെയായിരുന്നു എന്റെ അവസ്ഥ. ഞാൻ ഞെട്ടിപ്പോയി. ഒരു ദൈവമേ, ഒരു കുഞ്ഞി പെട്ടിയുടെ അത്രയേ ഉള്ളൂ. ഇതിന് വരുന്ന കാറ്റാണെങ്കിലോ, പ്രൊഡക്റ്റ് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ പോയിരുന്നാൽ അത്യാവശ്യം നമ്മള് ഐസ് ക്യൂബാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, എന്നാലേ തണുപ്പ് കിട്ടത്തുള്ളൂ. ഇങ്ങനെ പോയിരുന്നു നല്ല തണുപ്പായിരുന്നു, കൂളിംഗ് ഉണ്ട്. പക്ഷെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഞാനാണ് ഓർഡർ ചെയ്തത്. ഞാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ചെറുതായി, എന്റെ 1000 രൂപ നീ കൊണ്ട് തോലച്ചല്ലേ പറഞ്ഞു. നമുക്ക് റിട്ടേൺ ചെയ്യാം. വിളിച്ചു, അതായത് മാഡം ഈ പ്രൊഡക്റ്റ് റിട്ടേണബിൾ അല്ല. അവിടെയും ബുദ്ധിപ്പണി. അങ്ങനെ റിട്ടേൺ ചെയ്യാനും പറ്റുന്നില്ല. ഞങ്ങൾ 2 ദിവസം ഇത് വെച്ചു കേട്ടോ. ഞങ്ങളുടെ തലയുടെ തൊട്ട് പുറകിലായിട്ട് വെച്ചു. ഏതോ ഒരു രാജ്യത്ത് നിന്ന് ചെറിയ തണുപ്പ് കിട്ടുന്നത് പോലെ ഇങ്ങനെ വലിയ കഴുകുന്നുണ്ടായിരുന്നു, ഫാനും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നല്ലോ കൊടുങ്കാറ്റും പേമാരിയും മഴയും, ഭയങ്കര മഴ. ഇതിന്റെ ആവശ്യമേ ഇല്ല, തണുത്തിട്ട് കിടക്കാൻ പാടില്ല. ഞങ്ങളെ മൊത്തത്തിലൊരു പണി കിട്ടിയ അവസ്ഥയാണ്. അപ്പൊ ഞാനിത് പറയാൻ വന്നത്, നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ മഴക്കാലമാണ്, പിന്നെ ചൂടുകാലം വരും. അപ്പൊ AC ഒക്കെ മേടിക്കാൻ കാശില്ലാത്തവര് കൂളർ മേടിക്കുമ്പോൾ എന്തായാലും തീരെ കുറഞ്ഞത് മേടിക്കാതിരിക്കുക. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഇത്തിരി വിവരമുള്ള ആൾക്കാരൊന്നും അങ്ങനെ പോയി ചാടത്തില്ല. അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും നമുക്ക് ഓഫീസ് വർക്കിനൊക്കെ ആണെങ്കിൽ നമ്മൾ മാത്രമല്ലേ, നമ്മൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ അടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് കൂളിംഗ് കിട്ടും, അതിന് ബെസ്റ്റാണ്. പക്ഷെ കിടന്നുറങ്ങാനൊന്നും ഈ കൂളർ പറ്റത്തില്ല. കണ്ടോ, എന്റെ ഫേസിന്റെ അത്രയല്ലേ ഉള്ളൂ, അത്ര വലിപ്പമില്ല, കുഞ്ഞതിനകത്തൊന്നുമില്ല. അത് ഒരു ഫാൻ ഉണ്ട്, ഇതിങ്ങനെ തുറക്കാൻ പറ്റും. ഇതിനകത്തൊരു സ്പോഞ്ച് ഉണ്ട്. ഇതാണ് സ്പോഞ്ച്. ഈ സ്പോഞ്ച് ഇവിടെ നമ്മൾ ഇത് വഴി വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ഐസ് ക്യൂബ് ഞങ്ങൾ കുറച്ച് വെള്ളം, ഏകദേശം ഈ ഭാഗം വരെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം അതിനകത്തോട് താഴെ ഇറങ്ങി ഈ സ്പോഞ്ച് നനഞ്ഞ് ആ ഫാന് കറങ്ങി, അങ്ങനെയാണ് നമുക്ക് ഈ കൂളിംഗ് നമുക്ക് കിട്ടുന്നത്. തണുത്ത വായു പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണ്. വേറെ ഇതില് സംഭവങ്ങളൊന്നും ഇല്ല, പേടിക്കാനുള്ളതൊന്നുമില്ല. പിന്നെ ഇതിന്റെ കൂടെ കിട്ടുന്നത്, ഞാൻ വിചാരിച്ചൊരു പവർ ബാങ്ക് ഒക്കെ ഉള്ളവർക്ക് പവർ ബാങ്ക് വേണം, എന്നാലേ പറ്റുന്നതാണ്. ഈ ഒരു USB കേബിൾ മാത്രമാണ് ഇതിന് കിട്ടുന്നത്. അത് നീളം കുറവാണ്. ചുവന്നിലൊക്കെയാണ് സോക്കറ്റ് എങ്കിൽ കിട്ടത്തൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു വയറ് വലിച്ച് അങ്ങനെയൊക്കെയാണ് 2 ദിവസം വെച്ചത്. നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്.
എത്രയൊക്കെ ചൂടെടുത്താലും വാങ്ങരുത്. രാത്രി ഉറങ്ങാൻ സമയത്ത് വാങ്ങരുത്, എണ്ണ കൊള്ളത്തില്ല. സാധനം ഭയങ്കര കൂളിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ. നല്ല അത് എങ്ങനെ ഇരിക്കുമ്പോഴെങ്കിലും ഭയങ്കര കൂളിംഗ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ, നല്ല കൂളിംഗ് ഉണ്ട് നിങ്ങൾ നല്ലത്. പക്ഷെ അല്ല കേട്ടോ, നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും ഒരേ ലെവൽ കൂളിംഗ് തന്നെ. ചെറിയ നമ്മുടെ ഫാനിൽ നിന്നൊക്കെ കിട്ടുന്ന കാറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് വലിയ താഴെയൊന്നും കാണിക്കരുത്. ഞാൻ കാണിച്ചത് കണക്ക് അബദ്ധം പറ്റിപ്പോകും. അപ്പൊ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഞാൻ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്ന. മഴക്കാലമൊക്കെ വന്നു തുടങ്ങി, ഇടവപ്പാതിയായി. ഞങ്ങളോട് ഭയങ്കര മഴയും ഇടിയും ഒക്കെയാണ് ട്രിവാൻഡ്രത്ത്, നെയ്യാറ്റിൻകര ഭാഗത്ത്. ട്രിവാൻഡ്രം ഫുള്ളും മഴയാണെന്ന് കേൾക്കുന്നു. മഴ തുടങ്ങി. അപ്പൊ എൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും ഇനിയും ഉണ്ടല്ലോ ചൂടുകാലം. അപ്പൊ അങ്ങനെ ഞാനൊരു മുന്നോടിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.